നമ്മുടെ പേച്ചിപ്പാറ ഡാം മുതൽ മാർത്താണ്ഡം വരെയുള്ള ഈ യാത്രയിലെ കാഴ്ചകളാണ്. വലിയ വിശദീകരണമൊന്നുമില്ലപ്പോൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. പേച്ചിപ്പാറ ഒരു ഡാം ആണ്. പേച്ചിപ്പാറ ഡാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകം വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേച്ചിപ്പാറ ഡാമിൻ്റെ ഡീറ്റെയിൽസ് പേച്ചിപ്പാറ ഡാം എന്ന വ്ളോഗിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പേച്ചിപ്പാറയിൽ നിന്ന് മാർത്താണ്ഡം വരെ പോകുന്ന വഴിയോര കാഴ്ചകളും അവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവ് മൂഡിലാണ്. അപ്പോൾ ഡ്രൈവ് പോകുമ്പോൾ നമ്മൾക്ക് ദൃശ്യമാവുന്ന കാഴ്ചകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് പതുക്കെ നമ്മളിവിടെ എത്തുന്നത് മാർത്താണ്ഡത്ത് പമ്പം വരെ എത്തും. ഈ പമ്പം വരെ അവിടെ ഈ വണ്ടി പൊളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ്, അതായത് ആക്സിഡൻറ്റ് പറ്റിയ വണ്ടി അല്ലെങ്കിൽ ഈ ഓവർ ഡേറ്റഡ് ആയില്ലേ, അങ്ങനെ പൊളിക്കാറായ വണ്ടികൾ കിട്ടുന്നത് പമ്പത്താണ്. മാർത്താണ്ഡം ജംഗ്ഷനിൽ നിന്ന് ഇച്ചിരി താഴോട്ട് പോകുമ്പോൾ അവിടെ 2-3 ഈ വണ്ടി പൊളിച്ച് മിക്കവാറും എല്ലാ വണ്ടികൾക്കും ഉള്ള ഇപ്പം സ്പെയർ പാർട്ട് അവൈലബിലിറ്റി ഇല്ലാത്ത വണ്ടികളുണ്ടല്ലോ ഈ കമ്പനിയൊക്കെ നിർത്തിയത്. പക്ഷേ ഇവിടെ ചെന്നാൽ ഒരുവിധം ഇങ്ങനത്തെ സ്പെയർ പാർട്ടൊക്കെ കിട്ടും. സെക്കൻഡ് ഹാൻഡ് ഈ പൊളിച്ച വണ്ടികളുടെയൊക്കെ യൂസ്ഫുള്ളാണ്. അതാണ് സംഗതി. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. സ്ട്രെയിറ്റ്, അതായത് നേരെ പോയാൽ നമ്മൾ കുഴിത്തറ എത്തും. വലത്തോട്ട് 6 കാണും വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. എളുപ്പം ശരിക്കും കുഴിത്തറ വരെ നേരെ പോയി കഴിഞ്ഞാൽ കുഴിത്തറ വരെ നമുക്ക് കുഴിത്തറ വഴി മാർത്താണ്ഡം കയറാൻ പറ്റും. ഇത് 6 കാണി വഴി ഒരു ഷോർട്ട് കട്ട് അങ്ങനെയും പോകാം. ഇപ്പോൾ ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് ഇലക്ഷൻ ഏപ്രിലിലെ അടുപ്പിച്ച് ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഈ യാത്രക്കാരുടെ കാർ യാത്രക്കാരുടെ ബൈക്ക് യാത്രക്കാരുടെയൊക്കെ അവരെ നിർത്തി പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് 50,000 രൂപയിൽ കൂടുതൽ പൈസ നമ്മൾ ക്യാഷായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇനി കാശ് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ എവിഡൻസ് വേണം, ഇല്ലെങ്കിൽ അവരത് സീസ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ വോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് പാരിതോഷികം കൊടുത്ത് അവരെ സോപ്പിട്ട് വോട്ട് പിടിക്കാനുള്ള ആ ഒരു ശ്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പണം ഒഴുക്കിന് അല്ലെങ്കിൽ അനധികൃതമായി ചെയ്യുന്ന ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ പോലീസ് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ ഏപ്രിൽ ഈ പറയുന്ന ഇലക്ഷൻ വരെ ഈ ഒരു ചെക്കിങ് ഇങ്ങനെ യാത്രയിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ 50,000-ന് മുകളിൽ നമ്മൾ കയ്യിൽ കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസ് ഇല്ലെങ്കിൽ ആ കാശ് സർക്കാർ കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ യാത്രക്കാർ ബി കെയർഫുൾ. ഇപ്പോൾ നമ്മൾ അരുമന ജംഗ്ഷൻ പാസ് ചെയ്തുള്ള യാത്രയിലാണ്.
അതായത് ബസ് സ്റ്റോപ്പിൽ ജംഗ്ഷനിൽ ഇങ്ങനെ നിരനിരയായി നല്ല മഞ്ഞ ഓട്ടോറിക്ഷ ഓട്ടോ ടാക്സി ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. CNC CAD/CAM ട്രെയിനിങ് സെൻറ്റർ കിളിയൂ വളരട. 30 days ട്രെയിനിങ്, ഫ്ലെക്സിബിൾ ടൈമിങ്സ്. +2 ITI ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 1 മാസത്തെ CNC CAD/CAM ട്രെയിനിങ് നടത്തുകയും ഒപ്പം തൊഴിൽ അവസരം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ പരിശീലനം നൽകുന്ന സോഫ്റ്റ്വെയർ മാക്സ്കാം, മാസ്റ്റർകാം, NX മാക്സ്കാം, ഓട്ടോകാഡ്. 23 വർഷം വിദേശ രാജ്യങ്ങളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയറാണ് പരിശീലകൻ. Our service: part design, 3D modeling, drafting, electro design, manufacturing, 2D manual program. LG Computers Sales and Service. 10,000 രൂപ മുതൽ യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ലഭ്യമാണ്. Computer Sales and Service, second hand branded laptops and desktop, new computers and all accessories. For more details, contact CNC CAD/CAM Training Center, Kiliyur, Vallarada, 9443844495, 9442270196. കൂടുതൽ വിവരങ്ങൾക്ക് 9445384495, 9444227019 എന്നീ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. CNC CAD/CAM ട്രെയിനിങ് സെൻറ്റർ, കിളിയൂർ, വളരട. 100% പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി. അങ്ങനെ നമ്മൾ അരുമന വഴി നേരെ ഇതാ മാർത്താണ്ഡം ജംഗ്ഷനിലെത്തി. അവിടുന്ന് ലെഫ്റ്റിലോട്ട് പിടിച്ചാൽ അണ്ടർ പാസേജ് വഴി മാർത്താണ്ഡം. ഇത് മാർത്താണ്ഡം പമ്മം വരെയുള്ള യാത്രയാണ്. ഇതിന് മേലെ കൂടെ ഒരു നമ്മുടെ എന്താണ് ഹൈവേ പോകുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ പോയത് ഉൾവഴികളിലൂടെയുള്ള യാത്രയാണ്, ഹൈവേ വഴിയല്ല. പേച്ചിപ്പാറ മുതൽ മാർത്താണ്ഡം പമ്മം വരെയുള്ള സബ് റോഡ് ഇട റോഡുകളിലൂടെയുള്ള യാത്രയായിരുന്നു. ഇതാണ് പമ്മം ജംഗ്ഷൻ. ഒരുപാട് ഈ സ്പെയർ പാർട്ടുകളിൽ ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മാർത്താണ്ഡം. ഈ നമ്മൾ ശരിക്കും ബസ് സ്റ്റാൻഡ് ആ ഭാഗമല്ല പോയത്, നമ്മൾ ലെഫ്റ്റ് കയറി. ഇതിപ്പം നമ്മൾ കറങ്ങി തിരിയുന്നത് പമ്മം മാർത്താണ്ഡം സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അപ്പുറമുള്ള പമ്മം എന്ന സ്ഥലത്തെ കാഴ്ചകളാണിത്. ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് നേരെ ചെന്ന് നിൽക്കുന്നത് ഈ വണ്ടിയൊക്കെ പൊളിച്ചു നിൽക്കുന്ന ഗോഡൗണുകളിലാണ്. ഇതുപോലെ ഇങ്ങനെ അവിടെ ഇഷ്ടംപോലെ ഗോഡൗണുണ്ട്. മിക്കവാറും ക്ലോസ്ഡ് ആയിരിക്കും. ആരെങ്കിലും ആവശ്യക്കാർ ചെല്ലുമ്പോൾ അവർ വന്ന് നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഗോഡൗണിൻ്റെ ഒരു മാതൃക. ഇങ്ങനെ അനേകം ഗോഡൗൺസ് ഉണ്ട് ഈ പൊളിച്ച വണ്ടികളുടെ. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ പമ്പം വഴി തിരിച്ച് നമ്മൾ ടേൺ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പൊളിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ ആ സബ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറി ലെഫ്റ്റിട്ട് പോയാൽ പിന്നെ മാർത്താണ്ഡം 1 കിലോമീറ്റർ വലത്തോട്ട് വിട്ടാൽ നേരെ നാവൂരിലെത്തും. അപ്പോൾ പമ്മം ജംഗ്ഷനിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ബേബീസ്. യാത്രകൾ അവസാനിക്കുന്നില്ല, നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കാം. മറ്റൊരു യാത്രാവിശേഷമായി വേഗം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.